Hello guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ലിപ്പാണ് പ്രിപ്പ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഞാൻ മിക്കപ്പോഴും മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴേക്കും ലിപ്പ് പ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകും. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്, അടിപൊളി ലിപ് ബാമാണ്. ഉടനെ തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ് പ്രൈമർ യൂസ് ചെയ്യുകയാണ്. ഇത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന കളർ ബാറിൻ്റെ പ്രൈമറാണ്. ഇത് അടിപൊളി പ്രൈമറാണ്. അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാനൊരു ലിക്വിഡ് ഹൈലൈറ്റർ ലോഷൻ കളർ ബാറിൻ്റെ തന്നെ യൂസ് ചെയ്യുവാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം എൻ്റെ ഫേസിലും അതേപോലെ തന്നെ ഷോൾഡറിലും അവിടെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എവിടെയൊക്കെയാണോ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൺസീലർ വെച്ചിട്ട് എവിടെയൊക്കെയാണോ നമ്മൾക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ എവിടെയൊക്കെയാണോ ഹൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മെബിലൈൻ്റെ ഒരു ഹൈലൈറ്ററും കൂടെ വെച്ചിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തും പിന്നെ അതേപോലെ അറൗണ്ട് മൈ മൗത്ത് നല്ല രീതിയിൽ ഇതുണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു കോമ്പാക്ട് പൗഡർ, ദാറ്റ് ഈസ് നൈക്കയുടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഷുഗറിൻ്റെ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. എനിക്കെന്തോ അത്രയ്ക്ക് ഇഷ്ടമല്ലാന്ന് പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കോമ്പാക്ട് പൗഡർ ഒന്ന് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ലിപ്പിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് എൻ്റെ ലിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ ഞാൻ ഔട്ടർ ലെയറിലേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ലിപ്പ് ഷെയ്ഡ്, ഇത് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലിപ്സ്റ്റിക്കും ലിപ്പ് ഗ്ലോസും കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇതേ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഞാനൊന്ന് ബ്ലഷായിട്ടൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമല്ലോ, ലിപ്സ്റ്റിക്ക് ബ്ലഷാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ബ്ലഷാക്കി യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് അത്യാവശ്യം നല്ലൊരു തുടുത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ടിൻ്റൊക്കെ കിട്ടും, അതൊക്കെ നമുക്ക് യൂസ് ആക്കിയാലും മതി. ഓക്കെ, അപ്പം ഇതാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഈ ലിപ്പ് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാകാത്തത് കൊണ്ട് ഞാൻ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഒന്ന് ഐ മേക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പം ഐ ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് എൻ്റെ അകത്തുള്ള ലൈറ്റ് ഷെയ്ഡ് ഞാൻ എൻ്റെ കണ്ണിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് എൻ്റെ ഡ്രസ്സിന് ചേരുന്ന പോലത്തെ തന്നെ ഒരു ഐ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ കണ്ണിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഗ്ലിറ്റർ ഷെയ്ഡിന് വേണ്ടിയിട്ട് ശരിക്കും ഗ്ലിറ്റർ ഷെയ്ഡൊന്നും ഇല്ല, എന്നാലും ഒരു ഷെയ്ഡ് കുറച്ചും കൂടെ ആ ഒരു ഡ്രസ്സുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡും കൂടെ ഞാൻ എൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഷെയ്ഡൊക്കെയാണ് കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ മെബിലൈൻ്റെ ഒരു ഐലൈനർ വെച്ചിട്ട് ഐലൈനർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഡെയിലി യൂസേജിൽ ഐലൈനിങ് ചെയ്യാറില്ല. ഇനി അത് കഴിഞ്ഞിട്ട് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളിയൊരു മസ്കാരയാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിക്സിൻ്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഓക്കെ, അപ്പം അതിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സെറ്റാക്കും. പിന്നെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.